അപ്പോൾ ഫ്രണ്ട്സ്, കുറേ ദിവസമായി നമ്മൾ ക്യാമറയൊക്കെ ഹെൽമെറ്റ് വെച്ചൊരു യാത്രയാണ്. ഈ യാത്രയിൽ അറിയാം ക്യാമറയ്ക്ക് ഫൈൻ കിട്ടുമോ, എന്താണ് കേരളത്തിൻ്റെ ക്യാമറ ബാനിങ്ങുമായിട്ട് നല്ല ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന് നമുക്കിപ്പോൾ ഈ യാത്രയിൽ അറിയാം. എന്തായാലും അത് പരീക്ഷിക്കാനൊന്നുമല്ല നമ്മൾ യാത്ര നടത്തുന്നത്. നമ്മളിന്ന് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പത്തനംതിട്ട ജില്ലക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് സംസാരിച്ചാലും പത്തനംതിട്ട ജില്ലയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. ഇത് ഡോഗിൻ്റെ റെസ്ക്യൂ ടീമാണ്. കണ്ടതിന് ആരോ എന്തായി, അതിനെ ഏതോ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച ഡോഗാണ്. ഗോൾഡൻ റിട്രീവറിൻ്റെ മെയിലാണ്. കഷ്ടം, അതിന് അനങ്ങാൻ വയ്യ. അതിന് റെസ്ക്യൂയ്ക്ക് വന്നതാണ് അവർ. അപ്പോൾ ഫ്രണ്ട്സ്, പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാലേ, നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമായ ശബരിമലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമല സന്നിധാനത്തേക്ക് പോകുന്നില്ല, പമ്പ വരെ പോകാൻ പറ്റുമെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ വേറെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു വനത്തിനുള്ളിലുള്ള വേറൊരു സ്ഥലമുണ്ട്. അതും കണ്ടിട്ട് അതൊക്കെ പോകുമ്പോൾ നമുക്ക് പറയാം. അതും കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. എന്തായാലും ഈ വഴിയൊക്കെ നമ്മൾ നിരന്തരം കണ്ടിട്ടുള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട് വഴിയൊന്നും അധികം എടുക്കുന്നില്ല. നമുക്ക് ഏകദേശം ഒരു പമ്പ റോഡിലേക്ക് കടക്കുന്ന ആ വനയാത്രയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അടിപൊളി ഒരു യാത്രയൊക്കെ നടത്തി വരാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓൾ എനേബിൾ ചെയ്ത് വെച്ച് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം. ഞാനും രാകേഷും കൂടെ ആണെങ്കിൽ പോകുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ഡോഗ് റെസ്ക്യൂവിൻ്റെ വീഡിയോയും ഈ കൂടെ തന്നെ കാണും. ഓക്കെ, നമ്മൾ ഓടി ഓടി വേണ്ട എവിടെ വന്നാന്നറിയാമോ? ഏത് പാലമാണല്ലോ? സത്യത്തിൽ ഇതുപോലെ ക്യാമറയൊക്കെ വെച്ച് എത്ര നാളായി യാത്ര ചെയ്തിട്ടല്ലേ? ഇടയ്ക്കൊക്കെ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും രാകേഷും കൂടെ ഒക്കെ അവിടെ മഴവെള്ളം കാണാനൊക്കെ പോയപ്പോൾ എടുത്ത വീഡിയോ.
ആ കൂട്ടുകാരെ, അതിമനോഹരമായൊരു ലാൻഡ്സ്കേപ്പാണ് നമ്മളിപ്പോൾ പിന്നിട്ടത്. എത്ര മനോഹരമായ കാഴ്ചയാണത്. ഇന്നത്തെ ആ തെളിഞ്ഞ കാലാവസ്ഥയും ആ നീലാകാശത്തിൻ്റെ കീഴിൽ അതൊരു വാലി യാത്ര എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിരുന്നു. കണ്ണിനും മനസ്സിനും ഇമ്പമുള്ള അതിമനോഹരമായ ആ വാലിയിലൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോണ്ടല്ലോ, നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അതിമനോഹരം, വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു ഇപ്പോൾ നമ്മൾ പിന്നിട്ടത്. അത് കഴിഞ്ഞാൽ നമ്മളിതാ കൊടുങ്കാടിലേക്ക് കയറി. ഇത് റാന്നി ഫോറസ്റ്റ് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട കൊടുങ്കാടാണിത്. ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ആദിവാസി കുടിലുകളാണ്. ആദിവാസികൾ ഉൾക്കാടുകളിൽ നിന്നും ഇറങ്ങി വന്ന് വഴിയോരങ്ങളിൽ അവരുടെ
വീട് കെട്ടി താമസിക്കുന്ന ആ, ഒരു പ്രക്രിയയുണ്ട്. ആ ആ ആ വിഭാഗം ആൾക്കാരാണിത്. ഇപ്പോഴും അവരുടെ വീടിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഇനി അങ്ങോട്ടുള്ള യാത്രയെല്ലാം വനത്തിൽ കൂടെ തന്നെയാണ്. ആനയും പുലിയും കാട്ടുപോത്തുകളും ഒക്കെ ഒരുപാടുള്ള വനമാണിത്. നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് വിചാരിക്കാം. എന്തായാലും വനത്തിലെ ആ കുളിർമ ആസ്വദിച്ചുകൊണ്ട് വളരെ സാവകാശം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
മാത്രമല്ലേ പമ്പയോ എന്നാ ആവശ്യം പോലീസുകാർ അല്ലല്ലോ അങ്ങോട്ട് കടത്തില്ല ഇല്ലേ ഇല്ലേ അടച്ചേക്കുന്നുണ്ട് 3 ദിവസത്തേക്ക് ആരെയും കടത്തിയെടുത്തില്ല. ഇന്നലെ തിരക്കാകുന്ന ഇന്ന് വരാം ഇല്ലായിരുന്നോ 31 ശേഷം 30-ാം തീയതിക്ക് ശേഷം കടത്തിയെടുത്തുള്ളൂ. അതിനും കയറി പോകാൻ പറ്റുമോ നമുക്ക് പാസ് എടുക്കണം. പക്ഷേ അടയ്ക്കാൻ പാസ് എടുക്കണം. അതും വണ്ടിയൊന്നും കൊണ്ട് പമ്പയിൽ വെക്കാൻ പറ്റില്ല. പാർക്കിംഗ് ഇല്ല പമ്പയിൽ. അല്ല നമ്മൾ പമ്പയിൽ നിൽക്കുന്നു തങ്ങുന്നില്ല പോയി ജസ്റ്റ് കണ്ടു തിരിച്ചു അതിന് വേണ്ടിയാണ് പാസ് എടുക്കണം. പാസ് അവിടെ ചോദിച്ചാൽ തരുമല്ലോ. ഐ ഡി കാർഡ് കാണിച്ചു തരും. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങോട്ടുള്ള കുഴപ്പമായി. ഞങ്ങൾ പത്തനംതിട്ട ഇവിടോട്ട് വന്ന് കാണാൻ ഇതുവരെ അങ്ങോട്ട് പോയി കണ്ടിട്ടില്ല. ഇദ്ദേഹം പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. എന്നാൽ പോയിക്കോട്ടെ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഈ യാത്ര ഇവിടെ പൂർത്തിയാവുക. കാരണം കണ്ടല്ലോ, നമ്മളെ ഇവിടെ വെച്ച് പോലീസ് തടഞ്ഞു. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നമുക്ക് പമ്പയിലേക്ക് പോകണമെങ്കിൽ പാസ് വേണം. അതുപോലെ തന്നെ നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു അവസരത്തിൽ കൂടുതൽ കാഴ്ചകൾ അവിടെ പോയി കണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഹെൽമെറ്റിൽ ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറ വെച്ചിട്ട് തന്നെയാണ് പോലീസുകാരുടെയൊക്കെ സംസാരിച്ച്. അവരാരും അതിനൊരു ഒബ്ജക്ഷൻ പറഞ്ഞില്ല എന്ന് പ്രത്യേകം അറിയിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.